എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അഞ്ജന അഖിൽ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം ആക്റ്റീവ് ആക്കി വെക്കാനുള്ള കുറച്ച് എക്സസൈസസ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എല്ലാത്തിനും മുൻപേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പറയാം. ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ലിംഫ് നോഡ്സ് ഉണ്ട്, ലിംഫാറ്റിക് ഫ്ലൂയിഡ് ഉണ്ട്, അതുപോലെ കുറച്ച് ഗ്ലാൻസുകളുണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, ഈ കൊറോണ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ആക്റ്റീവ് ആക്കി വെക്കാൻ നമ്മളിൽ നിന്ന് കുറച്ച് എഫേർട്ട് ഇടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എക്സസൈസസ് കാണിച്ചു തരാനാണ് ഇന്നത്തെ ഈ വീഡിയോ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ലിംഫ് നോഡ്സിൽ വെച്ചിട്ടാണ് വൈറസ് പോലുള്ള ഇൻവേർട്ടേഴ്സും വൈറ്റ് ബ്ലഡ് സെൽസും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നത്. അതുപോലെ ലിംഫാറ്റിക് ഫ്ലൂയിഡ് നമ്മുടെ ബോഡി സെൽസിൽ നിന്നുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ഡെബ്രിസ് ക്യാരി അവേ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഗ്ലാൻസും അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഫൈറ്റ് ചെയ്യുന്നതിൽ. നമുക്കറിയാം, ബ്ലഡ് ബോഡി മുഴുവൻ ഫ്ലോ ചെയ്യാനായിട്ട് ഹാർട്ട് ഒരു പമ്പായിട്ട് ആക്ട് ചെയ്യാണ്. അപ്പം ബ്ലഡിന് ഇങ്ങനെ ഫ്ലോ ചെയ്യാനുള്ള പ്രഷർ ഈ പമ്പ് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിലുള്ള ലിംഫാറ്റിക് ഫ്ലൂയിഡിന് ഇങ്ങനെ ബോഡി മുഴുവൻ ഫ്ലോ ചെയ്യാനുള്ള ഒരു ഫ്ലോ ചെയ്യാനായിട്ട് ഒരു പ്രഷർ കൊടുക്കുന്ന ഒരു പമ്പ് ശരിക്കുമില്ല. നമ്മുടെ ഒരു മൂവ്മെന്റ് ആണ് ഇതിനൊരു പമ്പായിട്ട് അല്ലെങ്കിൽ പ്രഷറായിട്ട് ആക്ട് ചെയ്യുന്നത്. ലിംഫാറ്റിക് സിസ്റ്റം ആക്റ്റീവ് ആക്കി വെക്കാനായിട്ട് നമ്മൾ കുറച്ച് എഫേർട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ നമുക്ക് നേരെ എക്സസൈസിലേക്ക് പോകാം. നമ്മുടെ ബോഡിയുടെ പല ഭാഗങ്ങളിലായിട്ടാണ് ലിംഫ് നോഡ്സ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഓരോരോ ഭാഗങ്ങളായിട്ട് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുള്ള എക്സസൈസിലേക്കാണ് കടക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ പുള്ളിങ് ദ ഇയേഴ്സ് എന്ന് പറയുന്ന എക്സസൈസിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കമ്മലിടുന്ന സ്ഥലം ഉണ്ടല്ലോ, ഈ ഒരു സ്ഥലം, ആ ഒരു സ്ഥലത്ത് പിടിച്ചിട്ട് മേലോട്ടും താഴോട്ടും ഇങ്ങനെ വെച്ച് കൊടുക്കാം. മേലോട്ടും താഴോട്ടും, മേലോട്ടും താഴോട്ടും, ഇങ്ങനെ. ഇനി നമുക്ക് രണ്ടാമത്തെ എക്സസൈസിലേക്ക് പോവാം. അതും നമ്മുടെ ചെവി വെച്ചിട്ടുള്ള എക്സസൈസ് തന്നെയാണ്. രണ്ടാമത്തെ എക്സസൈസിന്റെ പേര് സൈക്ലിംഗ് വിത്ത് ദ ഇയേഴ്സ് എന്നാണ്. അതും 2 മിനിറ്റ് തന്നെ ചെയ്യേണ്ടതാണ്. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ പണ്ട് ചെവിക്ക് പിടിച്ച് കിടക്കുക എന്ന് പറയത്തില്ല, അത് തന്നെയാണ്, എക്സാക്ട്ലി അത് തന്നെയാണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ, 2 ചെവിയെ പിടിക്കുക, എന്നിട്ട് ഇതുപോലെ ചെയ്യാം. എന്നിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ചെയ്യാം. ഇനി മൂന്നാമത്തെ എക്സസൈസിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ പേര് ഷോൾഡർ പമ്പ് എന്നാണ്. ആദ്യം നമ്മുടെ ഇറക്റ്റ് ആയിട്ടിരിക്കുക, അതിനുശേഷം ഷോൾഡർ ഇങ്ങനെ ഉയർത്തുക, എന്നിട്ട് നല്ലൊരു ശ്വാസം അകത്തേക്ക് എടുക്കണം. ഇനി പുറത്തേക്ക് വിടുക, എന്നിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് ഷോൾഡർ പമ്പ് ചെയ്യുക. അടുത്ത നമ്മുടെ എക്സസൈസ് കപാൽഭാതി എന്ന് പറയുന്ന ഒരു എക്സസൈസ് ആണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ നല്ലൊരു ശ്വാസം അകത്തേക്ക് എടുക്കുക. അകത്തേക്ക് എടുക്കുന്ന സമയത്ത് നമ്മുടെ വയറ് എയർ കൊണ്ട് ഫില്ലാവണം. അപ്പോൾ വയറ് നല്ലപോലെ വീർത്ത് വരും. എന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിടുക. പുറത്തേക്ക് വിടുന്ന സമയത്ത് വയറ് അകത്തേക്ക് പോകണം. അപ്പോൾ ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ വയറ് പുറത്തേക്ക് വരണം, ശ്വാസം പുറത്തേക്ക് ഇടുമ്പോൾ വയറ് അകത്തേക്ക് പോകണം. ഇതാണ് എക്സസൈസ്. അപ്പോൾ നമുക്ക് ചെയ്യാം. ഇനി ഇത് കറക്റ്റ് ആണോ ചെയ്യുന്നതെന്ന് നമുക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും. അങ്ങനെയുള്ളവർ കൈ എടുത്ത് വയറിൽ വെച്ചുകൊണ്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇത് വയറ് പുറത്തേക്ക് പോവുകയാണോ അകത്തേക്ക് പോകണമെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇനി അടുത്ത എക്സസൈസ് അഗ്നിസാര എന്ന് പറയുന്ന ഒരു എക്സസൈസ് ആണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ നല്ലൊരു ശ്വാസം അകത്തേക്ക് എടുക്കുക, എന്നിട്ട് അതുപോലെ പുറത്തേക്ക് വിടുക, എന്നിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ആ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മൾ വയറ് അകത്തോട്ടും പുറത്തോട്ടും എടുക്കുക. അതാ ഇങ്ങനെ. ഇങ്ങനെ ചെയ്യുമ്പോഴും ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, ശരിയാണോ ചെയ്യുന്നത്. അപ്പോൾ അകത്തോട്ടും പുറത്തോട്ടും പോകുന്നുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ തന്നെ വേണമെങ്കിൽ കൈ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ആണോ ചെയ്യുന്നത് എന്നുള്ളത് അറിയാം. അടുത്ത
എക്സസൈസ് ബട്ടർഫ്ലൈ എക്സസൈസ് ആണ്. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ കാലുകൾ രണ്ടും ഇതുപോലെ വെക്കുക. എന്നിട്ട് നമ്മൾ എന്തുമാത്രം നമ്മുടെ ബോഡിയോട് അടുപ്പിച്ച് വെക്കാവോ അത്ര അടുപ്പിച്ച് വെക്കുക. എന്നിട്ട് ബട്ടർഫ്ലൈ പോലെ ഇങ്ങനെ അപ്പൊ നമുക്ക് സ്ട്രെച്ച് എന്തുമാത്രം ഉണ്ടോ അത്രയും സ്മൈല് വരണം എന്നാണ് ഫേസിൽ. നമുക്ക് ഭയങ്കര ഒരു സ്ട്രെച്ചാണ്, ഇത്രയും ഭയങ്കര സ്ട്രെച്ചാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മുഖത്ത് സ്മൈലും വരണം എന്നാണ്. അതായത് നമ്മൾ സ്ട്രെയിൻ ഇല്ലാതെ ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നണം. അതിന് നമ്മൾ ചിരിച്ചുകൊണ്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് റിലാക്സ് ചെയ്യാം. നമുക്ക് ലാസ്റ്റത്തെ എക്സസൈസ് എന്ന് പറയുന്നത് കാഫ് പമ്പാണ്. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആദ്യം കാലുകൾ രണ്ടും അടുപ്പിച്ച് വയ്ക്കുക. അതിനുശേഷം ടോയിൽ വരിക, ഹീൽസിൽ വരിക, ടോയിൽ വരിക, ഹീൽസിൽ വരിക, ടോയിൽ വരിക, ഹീൽസിൽ വരിക. ഇതുപോലെ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആക്റ്റീവ് ആക്കി വെക്കാനുള്ള എക്സസൈസസ്. അപ്പോൾ ഇതിൽ ഡൗട്ട്സ് ഉണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ തിരുത്തണം തോന്നുന്നുണ്ടാവും. എന്ത് വേണമെങ്കിലും ഫ്രീ ആയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ